ഹലോ ഗായ്സ്, ഒരു നല്ല മഴയിൽ ജസ്റ്റ് ഒരു ഈവനിങ് റൊട്ടീൻ കണ്ടാലോ? അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് നൂഡിൽസും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പൊന്നുവിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് തിന്നാമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു നൂഡിൽസും 2 ബിസ്ക്കറ്റും ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൊന്നുവിനെ കൊണ്ട് ഞാൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അത് തിന്നിട്ട് കാണാം. അപ്പം നിങ്ങളുടെ സ്മാർട്ട് ഫോണൊക്കെ എടുക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അതിന് ബാറ്ററി ഇറങ്ങത്തില്ലേ, എന്നിട്ട് അതിനെ കുത്തിയിട്ടാൽ ചാർജ് ആവുള്ളൂ. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും. ദിവസത്തിൽ ഒരു നേരം എന്തായാലും ബാറ്ററി ഇങ്ങനെ ഇറങ്ങും. അതിനെ പിന്നെ കുത്തിയിട്ട് ശരിയാക്കണം. ഇപ്പോൾ ഒരു 50% ആയിട്ടുണ്ട്. ബാക്കിയും കൂടെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ആ 50 കൂടി ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം ക്രോഷയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴത്തേക്കും അച്ഛൻ എനിക്കൊരു എന്താ ചുപ്പാ ചുപ്സിൻ്റെ ചുയിങ്കം കൊണ്ട് തന്നു, ഗമ്മീസ്. അപ്പം അതും കഴിച്ച്. അപ്പം എന്നെ കാണാൻ കുറച്ച് കോമഡി ആയിട്ടുണ്ടാവും ഇപ്പം. ബട്ട് അല്ല, അച്ഛൻ വന്നപ്പം കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അത്. അപ്പം നമുക്ക് എന്തായാലും ഇനി വീട്ടിൽ നിന്ന് നേരെ ടൗണിൽ പോകാം അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. ആകെ ഒന്നും ചെയ്തിട്ടില്ല, ഫേസിലായാലും ഒന്നും ചെയ്തിട്ടില്ല, ആകെ കണ്ണെഴുതിയിട്ടേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടെന്ന് തോന്നി. അപ്പോൾ പുറകിൽ നിങ്ങൾ അച്ഛനെ കാണുന്നുണ്ടാവും. ആൻഡ് ഗൈസ്, ഇത് ഞാൻ എടുത്ത വ്ളോഗാണ്. എഡിറ്റ് ആക്കാൻ സമയം കിട്ടിയില്ല, അതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളെ എൻ്റെ ഐഫോൺ വ്ളോഗ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടോക്കട്ടെ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടൗണിലെത്തിയപ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തായിട്ടൊന്നും തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് നോക്കി നല്ല തിരക്കൊന്നും ഉണ്ടാവില്ല ഇന്ന് ടൗണിൽ നിന്ന്. അങ്ങനെ ഞാൻ പൊന്നൊക്കെ അമ്മേനെ വെയിറ്റ് ചെയ്തിട്ട് അച്ഛൻ്റെ കൂടെ കാറിലിരിക്കുമായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ടൗണൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ട് നമ്മൾ ടൗണിലോട്ട് പോവായിരുന്നു കേട്ടോ ചെയ്തത്. എന്നിട്ട് ഓക്കെ, അപ്പോൾ ഈ ഒരു നല്ല രസമല്ലേ, ഓണം റിലേറ്റഡായിട്ട് എല്ലാം നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ എല്ലാം തെറ്റിദ്ധാരണയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ടൗണിൽ. മഴയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് കാറിന് ഞാൻ കാണിക്കാൻ വെച്ചിട്ട് എടുത്ത, പക്ഷെ നടന്നില്ല. അങ്ങനെ ഞാനും പൊന്നും കൂടി നേരെ എനിക്ക് ആൺ വാങ്ങാൻ പോവാണ്. അച്ഛനും അമ്മയും വേറൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ജൂന എന്ന് പറഞ്ഞൊരു ജൂനയിലാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല അടിപൊളിയായിട്ട് അഫോർഡബിളായിട്ട് എല്ലാ ക്രാഫ്റ്റ് പ്രോഡക്ട്സും കിട്ടും. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയത് ഒരു ചേട്ടൻ വിളിച്ചു, അത് എന്നെ അല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കുറച്ച് അലമ്പി തിരിച്ച് വന്നു. അങ്ങനെ ഞാൻ പോയി ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു പുറത്തുണ്ട് എടുത്തോന്ന്. അങ്ങനെ ഞാൻ അവിടെ വന്നിട്ട് ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഇതാക്കുകയാണ്, ഏതും ചെയ്യരുത്. അപ്പോൾ ഞാൻ പൊന്നു വിളിക്കുകയാണ് ഈ ഒരു യാണും കൂടി മിക്സ് ആക്കിയാൽ നല്ല രസം ഉണ്ടാവുമെന്ന്. അപ്പോൾ പൊന്നു പറഞ്ഞു ഓക്കെ, രസം ഉണ്ടാവുമായിരിക്കും, എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫൈനലൈസ് ചെയ്തു ദാറ്റ് ഈ ഒരു ബ്ലൂ കണ്ടോ, ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ബ്ലൂവും അതിൻ്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു വൈറ്റ് അല്ല, അതൊരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡാണ്. അതും ഇത് ഇത്രയും യാൻസും ഈ 2 ഹുക്സ് ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ നമ്മൾ നേരെ അച്ഛനും അമ്മയ്ക്കുള്ള ഷോപ്പെത്തി. ഇത് ബഡാ ബസാറിലാണ്. ഇവർ ഇവിടെ എന്തൊക്കെയോ സാധനം വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളായിരുന്നു. ഇവിടെ നിന്നാണ് ഇവർ ഇങ്ങനത്തെ പാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. കാരണം അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഐറ്റംസൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ ആദ്യം സ്റ്റേഷനറി സെക്ഷനിൽ പോയി നോക്കിയപ്പോഴത്തേക്കും പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം തിരിച്ചു വെച്ചിട്ട് വന്നു. കാരണം 500 രൂപയ്ക്കോളം ഞാൻ വാങ്ങിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവിടുന്ന് ഒരു സാധനം എന്തോ എടുത്തപ്പോഴത്തേക്കും അത് മൊത്തത്തിൽ ഇളകി വന്നു. അപ്പോൾ ഞാൻ അതുപോലെ കഴിഞ്ഞ് അവിടെ തിരിച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ നടക്കുകയാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്നൊക്കെ നടക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മയും പൊന്നൊക്കെ അവിടെ നൈറ്റ് വെയർസിൻ്റെ സെക്ഷനിൽ കണ്ട്. അപ്പോൾ ഞാൻ അവിടേക്കും പോയിട്ടൊന്ന് നോക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് അപ്പുറത്തെ സെക്ഷനിലെത്തി. പെട്ടെന്ന് ഇവരിങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെയും കാണിച്ചു തന്നു. ആൻഡ് അമ്മ എന്താ സാരി വെച്ചാൽ അമ്മയ്ക്ക് ഓണപ്പരിപാടി കഴിഞ്ഞിട്ട് നേരെ അമ്മേനെ കൂട്ടിയതായതുകൊണ്ടാണ് അമ്മ സെറ്റ് സാരിയിലൊക്കെ കേട്ടോ. ഓക്കെ, ആൻഡ് ഞാൻ പിന്നെ ടോയ് സെക്ഷനിലാണ് പോയത്. ഈ ഒരു പട്ടിക്കുട്ടി നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇത് ഒട്ടകമല്ലേ, ഒട്ടകവും നല്ല രസമുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇപ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ സാധനങ്ങളൊന്നും. ആൻഡ് ഈ ഒരു സാധനം ഇതിനെന്തോ പറയുന്നില്ല, മിനിയൻസിനെ നല്ല രസമില്ലേ. അതിനെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കി, പിടിക്കാനും നല്ല സുഖം ഉണ്ടായി കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് വെക്കാൻ പോവാണ്. കാരണം ഇതൊന്നും വാങ്ങിച്ച് ചേർത്തില്ല എന്തായാലും, എന്നാലും ഞാൻ നോക്കിയതാണ്. ആൻഡ് ഈ ഒരു നൈറ്റ് വേറെ നല്ല രസമില്ല. ഇതൊരു കോട്ട് സെറ്റാണ്, അതായത് ഷർട്ട് വിത്ത് ട്രൗസേഴ്സാണ്. അപ്പം എന്തായാലും അതും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഗുഡ് നൈറ്റ്, ലവ് യു ആൻഡ് ബൈ.